അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. ആ നല്ല പ്രഭാഷണം, നല്ല ശബ്ദത്തിന്റെ ഉടമ. അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് 4 മണിക്ക് വീട്ടിലേക്ക് വരുന്നു. 1 മണിക്കൂർ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു, കുടുംബത്തോട് പറയുന്നു എനിക്ക് അല്പം കൂടി ഉറങ്ങണം. ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് പോകുമ്പോ ഒരു വേദന വരുന്നു, കുഴഞ്ഞു വീഴുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇന്ന് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ നോട്ടീസ് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. നല്ല ഒരു പണ്ഡിതൻ, ദീനീ പ്രബോധകൻ. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പെട്ടെന്നായിരുന്നു ആ മനുഷ്യന്റെ മരണം. വളരെ വൈകിയാണ് അദ്ദേഹത്തിന് മക്കളുണ്ടായതത്ര. ആ മക്കൾ ചെറിയ മക്കളാണ്. ഇന്നലെ ഇതേ സമയം ഏതോ ഒരു വേദിയിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് തത്തുല്യമായ മറ്റൊരു വേദിയിൽ പ്രസംഗിക്കേണ്ട ആ മനുഷ്യൻ 6 അടി മണ്ണിനടിയിൽ ഖബറിലാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. കുമാറാവട്ടെ, മസ്ഊദ് സഖാഫിയുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മരണം അറിഞ്ഞിട്ട് ഒരുപാട് പ്രഭാഷണ മേഖലയിലെ ഉസ്താദുമാര്, അതുപോലെ തന്നെ ഒരുപാട് സയ്യിദുമാരുമായി ബന്ധപ്പെട്ടു. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. നാളെ ഞാൻ പ്രസംഗിക്കേണ്ട സ്ഥലം എനിക്കെന്തുറപ്പാണ് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന്. ഇന്നലെ പ്രസംഗിച്ചെടുത്തുനിന്ന് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല.